പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് 43 വർഷത്തെ സേവന പാരമ്പര്യവുമായി വടക്കാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ജൈത്രയാത്ര തുടരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ ബ്രാൻഡഡ് അരികൾ, പരിപ്പ്, വൻപയർ, ശർക്കര, പഞ്ചസാര തുടങ്ങി പലചരക്ക് സാധനങ്ങളും ബ്രാൻഡഡ് കറി പൗഡറുകളും പാലട മിക്സ്, പരിപ്പ്, പായസ മിക്സ് തുടങ്ങിയവയും ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധത്തിലുള്ള ബിരിയാണി അരികൾക്ക് ആവശ്യമായ ബ്രാൻഡഡ് ബിരിയാണി റൈസ്, സ്പൈസസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് തുടങ്ങിയവയും പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വാട്സ്ആപ്പ് കോൾ മതി സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കോൺടാക്ട് 9238551902 9496348212. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തോമസ് ചാഴിക്കാടൻ ഉയർത്തിയ വിമർശനങ്ങൾ കേരള കോൺഗ്രസ് എം LDF യോഗത്തിൽ ഉന്നയിച്ചേക്കില്ല. LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടെന്നാണ് ജോസ് കെ മാണി ഉൾപ്പെടെ കൈക്കൊണ്ട തീരുമാനം. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പായതിനു പിന്നാലെയാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന നിലപാടാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉള്ളത്. സംസ്ഥാനത്തുണ്ടായ UDF തരംഗത്തിന്റെ ഭാഗമായാണ് കോട്ടയത്തും LDF സ്ഥാനാർത്ഥി തോൽക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഈ നിലപാട് ജോസ് കെ മാണി തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അറിയിച്ചു. തന്റെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന് തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു. പാലായിൽ അദ്ദേഹത്തെ ശകാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചടിയായി. ഇടതുപക്ഷത്തിന്റെ അതിൽ തന്നെ CPM-ന്റെ വോട്ടുകൾ എവിടെ പോയെന്ന് വ്യക്തമായി അന്വേഷിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.